എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കൊയിലാണ്ടിയിൽ കെ ദാസൻ 265 വോട്ടുകൾക്ക് മുന്നിലാണ്. പിണറായി വിജയൻ ധർമ്മടത്ത് 43 വോട്ടുകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിലാണ് എന്ന കണക്കുകൾ. അവിടെ കെ ബി ഗണേഷ് കുമാർ തിരിച്ചു കയറിയെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പോസ്റ്റൽ വോട്ടുകളുടെ കണക്കിൽ തിരിച്ചു കയറി. അങ്ങനെയെങ്കിൽ അതാണ് സാഹചര്യം. എന്തായാലും കെ യു ജനീഷ് കുമാർ കോന്നിയിൽ മുന്നിൽ എന്ന കണക്കുണ്ട്. 58 വോട്ടുകൾ. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പിന്നിൽ. അവിടെ റോയ് കെ പൗലോസ് UDF മുന്നിട്ട് നിൽക്കുകയാണ്. വളരെ നിർണായകമാണ്. റോഷി അഗസ്റ്റിൻ പിന്നിൽ, ജോസ് കെ മാണി പിന്നിൽ, അതേസമയം ചവറയിൽ ഷിബു ബേബി ജോൺ മുന്നിൽ. മഞ്ചേശ്വരത്തിൽ സുരേന്ദ്രൻ ലീഡ് 33 വോട്ടിന്റെ ലീഡ് മഞ്ചേശ്വരത്തിൽ. ഇരുവേട്ട സിറിയക് തോമസ് 16 വോട്ടുകൾക്ക് മുന്നിലാണ്. കണ്ണൂരിൽ ടി.ഒ. മോഹനൻ ലീഡ് ചെയ്യുന്ന വിവരം പുറത്തു വരുന്നു. പിറവത്ത് അനൂപ് ജേക്കബ് 67 വോട്ടുകൾക്ക് മുന്നിലാണ്. ഏറ്റവും പുതിയ കണക്ക് അത് തന്നെയാണ്. ഒപ്പം സുരേന്ദ്രൻ മുന്നിൽ. ലീഡ് കണക്കിൽ 2 മണ്ഡലങ്ങളായി മാറുന്നു. 2 മന്ത്രിമാർ പിന്നിട്ട് നിൽക്കുകയാണ്. 2 മന്ത്രിമാർ പിന്നിലാണ്. ചിഞ്ചുറാണി പിന്നിൽ, റോഷി അഗസ്റ്റിൻ പിന്നിൽ. അതേസമയം കെ ബി ഗണേഷ് കുമാർ തിരിച്ചു വരുന്നു. എൻഡിഎക്ക് 2 കാസർഗോഡും മഞ്ചേശ്വരവും കാസർഗോഡ് NDA പ്രതീക്ഷിക്കുന്നതാണ്. കാസർഗോഡ് അശ്വനി മുന്നിൽ, കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മുന്നിൽ. 2 സീറ്റുകളിൽ NDAയുടെ ലീഡ് വന്നിരിക്കുകയാണ്. ഇപ്പോഴും 30 LDF 30 UDF 30. തീർച്ചയായും നെക്ക് ടു നെക്ക് ഫൈറ്റ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവമ്പാടിയിൽ ലിൻഡോ ജോസഫ് മുന്നിൽ എന്ന കണക്കുണ്ട്. മുന്നിലാണ്. പറവൂരിൽ വി ഡി സതീശൻ 115 വോട്ടുകൾക്ക് മുന്നിലാണ്. പറവൂരിൽ വി ഡി സതീശൻ 115 വോട്ടുകൾക്ക് മുന്നിൽ. ചിറ്റൂരിൽ വി മുരുകദാസ്. ചിറ്റൂരിൽ UDF വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ വി മുരുകദാസ് ആദ്യഘട്ടത്തിൽ 13 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ചിറ്റൂരിൽ വി മുരുകദാസ് മുന്നിൽ. എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണൻ ലീഡ് ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട 3 മന്ത്രിമാർ പിന്നിൽ. AK ശശീന്ദ്രൻ പിന്നിൽ, റോഷി അഗസ്റ്റിൻ പിന്നിൽ, ചിഞ്ചുറാണി പിന്നിൽ. 3 മന്ത്രിമാർ പിന്നിട്ട് നിൽക്കുന്നു. വീണ ജോർജ് മുന്നിലാണ് ഇപ്പോഴും. അല്ലെ, വീണ ജോർജ് മുന്നിൽ എന്ന കണക്ക്. സംസ്ഥാനത്ത് പോരാട്ട ചിത്രം ഇങ്ങനെയാണ്. ഇഞ്ചോടിഞ്ച് പോരാണ്. പിടികൊടുക്കാതെ LDF ഉണ്ട് പിന്നിൽ. ഒപ്പമുണ്ട് UDF മുന്നേറ്റ സ്വഭാവം പ്രകടമാക്കുന്നുണ്ട്. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ട ചിത്രമാണ് ആദ്യ മിനിറ്റുകളിൽ. മുഹമ്മദ് റിയാസ് മുന്നിൽ. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് മുന്നിൽ 53